ഡൽഹിയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച സോനം വാങ്ചുകിനെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ നിരാഹാര സമരം ഏറ്റെടുത്ത് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ സമരം അവസാനിപ്പിക്കില്ലെന്നും 20-ാം തീയതി പാർലമെന്റ് മാർച്ച് നടക്കുമെന്നും CJPയും വിദ്യാർത്ഥി സംഘടനകളും പ്രഖ്യാപിച്ചു. സമരം ചെയ്യുന്നവരെ ബലം പ്രയോഗിച്ച് നീക്കി വാങ്ചുകിനെ കസ്റ്റഡിയിൽ എടുത്ത നടപടിയെ MA ബേബി ഉൾപ്പെടെയുള്ളവർ അപലപിച്ചു. ऊपर नहीं ऊपर नहीं ऊपर नहीं ऊपर नहीं यहाँ फोर्स कर रहे हैं, पुलिस वाले फोर्स कर रहे हैं पे ये पुलिस वाले फोर्स कर रहे हैं पुलिस जबरदस्ती कर रही है यहाँ पे. ഡൽഹിയിൽ 28 ദിവസമായി നടന്നുകൊണ്ടിരുന്ന CJPയുടെ സമരത്തിന്റെ പന്തലിലേക്കാണ് ഇന്ന് രാവിലെ അപ്രതീക്ഷിതമായി പോലീസ് ഉദ്യോഗസ്ഥരെത്തിയത്. ഡോക്ടർമാരുടെ രൂപത്തിലാണ് ഉദ്യോഗസ്ഥരെത്തിയത് എന്നാണ് CJP പ്രവർത്തകർ ആരോപിക്കുന്നത്. സോനം വാങ്ചുക്കിനെ ഇങ്ങനെ തുടരാൻ അനുവദിക്കാൻ കഴിയില്ലെന്നും അത് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു CJP പ്രവർത്തകരെ തള്ളിമാറ്റി പോലീസ് വേദിയിലേക്ക് എത്തുകയും അദ്ദേഹത്തെ ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില 20 ദിവസം പിന്നിട്ടപ്പോൾ തന്നെ വലിയ രീതിയിൽ ഗുരുതരാവസ്ഥയിലേക്ക് മാറിയിരുന്നു. അദ്ദേഹത്തിന്റെ ബ്ലഡ് പ്രഷർ ഉൾപ്പെടെ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രവർത്തകർ കാര്യമായി ഇവിടെ ഇല്ലാത്തൊരു സമയത്തായിരുന്നു ഈ നടപടി ഉണ്ടായത്. തുടർന്ന് അതിവേഗത്തിൽ തന്നെ പ്രവർത്തകർ ഇവിടെ എത്തി. അതേസമയം ഹോട്ടലിൽ ഉണ്ടായിരുന്ന അഭിജിത് ദീപ്കെ പോലീസ് ഇവിടെ തടയുകയും പോലീസ് ഇങ്ങോട്ട് ഇറങ്ങാൻ സമ്മതിക്കില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തെ മർദ്ദിച്ചു എന്നാണ് അഭിജിത് ദീപ്കെ പറയുന്നത്. As soon as I tried to leave for the gentleman, the police beaten me up. I was dragged on the streets. I was beaten up by the police. And once they lifted up Sonam sir from here, that is when the police said, "Now you can go." They even took away my mobile phone. ഡൽഹി പോലീസ് കമ്മീഷണറായി അനുരാഗ് കുമാർ IPSനെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചതിന് തൊട്ടു പിന്നാലെയാണ് എന്തായാലും ഇത്തരം ഒരു നടപടിയിലേക്ക് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഡൽഹി പോലീസ് കടന്നിട്ടുള്ളത്. ആം ആദ്മി പാർട്ടി നേതാവായ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ ഇവിടെ എത്തുന്ന സാഹചര്യം ഉണ്ടായി. CJP പ്രതിഷേധത്തെ നേരിട്ട രീതി, ഡൽഹി പോലീസ് കമ്മീഷണർ നേരിട്ട രീതിയിലും കേന്ദ്ര സർക്കാരിന് വലിയ അതൃപ്തിയുണ്ട്. 20-ാം തീയതിയാണ് പാർലമെന്റിലേക്ക് CJP മാർച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷെ ആ മാർച്ച് തടയുക അല്ലെങ്കിൽ അത് പൊളിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയായിരുന്നു എന്തായാലും ഡൽഹി പോലീസിന്റെ ഇടപെടൽ. സോനം വാങ്ചുക്കിനെ ഇവിടെ നിന്ന് സഫ്ദർജംഗ് ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. അഭിജിത് ദീപ്കെ നിരാഹാര സമരം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. अब सोनम सर की जगह मैं इंडेफिनाइट हंगर स्ट्राइक पर बैठ रहा हूँ. मैं अपना अनशन शुरू करने जा रहा हूँ. ये सारे लोगों की हंगर स्ट्राइक पहले दिन से जारी है और मैं भी अपना इंडेफिनाइट हंगर स्ट्राइक शुरू कर रहा हूँ आज से. സോനം വാങ്ചുക്കിനൊപ്പം നിരാഹാരം ആരംഭിച്ച ഐസ പ്രവർത്തകരും നിരാഹാരവുമായി അഭിജിത് ദീപ്കയുടെ അടുത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്റർനെറ്റ് സേവനങ്ങൾ ഉൾപ്പെടെ റദ്ദാക്കിയായിരുന്നു പോലീസിന്റെ നടപടി എന്ന് പറയുന്നത്. ASF SFI പ്രവർത്തകരും ഇപ്പോൾ സമരപ്പന്തലിലെത്തി ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ കൂടുതൽ ആളുകളും വിദ്യാർത്ഥികളും ഇവിടേക്ക് എത്തണമെന്നാണ് എന്തായാലും CJP പ്രവർത്തകർ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഇവിടെ എത്താൻ സാധിക്കാത്തവർ അതാത് സംസ്ഥാനങ്ങളിൽ ആ പ്രതിഷേധം നടത്തണമെന്നാണ് അഭിജിത് ദീപ്കയും പറയുന്നത്. ക്യാമറാമാൻ ജഗദീഷ് വിഷ്ണുനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.